ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു റിനീസ് വേൾഡ്. അപ്പം നമ്മൾ വന്നിട്ടുള്ള ഒരു അടിപൊളി ടോപ്പും അതിന് പേരായിട്ടൊരു പലാസയാണ് കേട്ടോ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ പലാസയുടെ ഒക്കെ വീഡിയോസ് നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. എങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പേപ്പർ വെച്ചിട്ട് കട്ട് ചെയ്യുന്നതും മെഷർമെൻറ്റ് കാര്യങ്ങൾ എങ്ങനെ എടുക്കേണ്ടത് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്നും പോയി കണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊന്നും തന്നെ കാണുന്നില്ല. ഞാൻ കുറച്ചായി ഇപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ ചെയ്തിട്ട്. അപ്പം ഇന്ന് നമ്മൾ വീണ്ടും ഒരു അടിപൊളി ടോപ്പിൻ്റെ വീഡിയോ ആയിട്ട് വന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ നോർമലി നമ്മൾ എക്സസൈസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഷോൾഡർ നമ്മൾ 7 എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആം ഹോൾ നമ്മൾ 8 എടുത്തിട്ടുണ്ട്. ചെസ്റ്റ് നമ്മൾ 10. നോർമലി നമ്മൾ അളവുകൾ കാര്യങ്ങളൊക്കെ മെഷർമെൻറ്റൊക്കെ കറക്റ്റായിട്ട് നമ്മൾ ചെയ്തൊരു വീഡിയോസ് ഉണ്ട് കേട്ടോ. നമ്മൾ റെഡിമെയ്ഡ് ടോപ്സിൽ എക്സലിൻ്റെ സൈസ് കറക്റ്റ്, അതേപോലെ തന്നെ ഡബിൾ എക്സലിൻ്റെ സൈസ് കറക്റ്റ്, ലാർജിൻ്റെ സൈസ് കറക്റ്റായിട്ടൊക്കെ നമ്മൾ കൊടുത്ത വീഡിയോസ് ഉണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണാം. പിന്നെ നമ്മൾ നെക്ക് 3.5 ആണ് നമ്മൾ വിടുത്തും 3.5 നമ്മൾ ലെങ്ത്ത്. അത് ബാക്ക് പാർട്ടിലാണല്ലോ നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഫ്രണ്ട് പാർട്ട് വരുന്ന സമയത്ത് നമ്മൾ ഒരു ലെങ്ത്ത് കുറച്ചും കൂടി കൂട്ടിയിട്ട് ഒരു 7 വരെ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ആയിട്ട് നമ്മൾ ചെയ്യാം. പിന്നെ നമ്മൾ ഫ്രണ്ടിൽ നമ്മൾ എത്രയാണോ ലെങ്ത്ത് അത് ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇതിൽ ഈ ഒരു ടോപ്പിൽ വരുന്ന പാറ്റേൺ എന്ന് പറയുമ്പോൾ നമ്മളൊരു 10 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ വരച്ച് കൊടുക്കുകയാണ്. ഈ സ്ട്രെയിറ്റ് ആയിട്ടുള്ള കട്ടിങ് ചെയ്തത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ അവിടെ നമ്മൾ പ്ലീറ്റ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ബാക്കി വരുന്ന ആ ക്ലോത്ത് നമ്മൾ ഷേപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ മാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. നമുക്ക് ഷേപ്പ് വരുന്നത് ചെസ്റ്റ് 10 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷേപ്പ് ഏകദേശം ഒരു 9 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കും കേട്ടോ. അതിനുശേഷം നമുക്ക് എത്രയാണോ എക്സ്ട്രാ വേണ്ടത് 1.5 ഇഞ്ചോ 2 ഇഞ്ചോ എക്സ്ട്രാ നമ്മൾ കൊടുത്തിട്ട് അത് ഷേപ്പ് നമ്മൾ മാർക്ക് ചെയ്ത് താഴത്തേക്ക് നമ്മൾ ഓപ്പൺ ഇല്ലാത്തൊരു ടോപ്പാണ്. അത് നമ്മൾ അങ്ങനെ ഒരു എ ലൈൻ കുർത്തി പോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എത്രയാണോ ലെങ്ത്ത് വേണ്ടത് 45 ആണ് നമ്മൾ ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. അതും കണക്കാക്കിയിട്ട് നമ്മൾ താഴത്തേക്ക് സ്ട്രൈറ്റ് ആയിട്ട് വരച്ചിട്ട് നമ്മൾ എല്ലാം മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിലൊരു പാറ്റേൺ വ്യത്യാസം വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 10 ഇഞ്ചിൽ സ്ട്രൈറ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ട് അവിടെ നമ്മൾ മുകളിലത്തെ പീസുമായിട്ട് ജോയിൻ ചെയ്യുക, പ്ലീറ്റ്സ് ഇട്ടിട്ട് നമ്മൾ ജോയിൻ ചെയ്യുക. ഈ ഒരു വ്യത്യാസം ഈ ഒരു ടോപ്പിന് വരുന്നുള്ളൂ. അടിപൊളി സ്റ്റൈലിൽ നമുക്ക് പെയർ ചെയ്യാൻ പറ്റിയിട്ട് ഇപ്പം അധികം നമ്മൾ സൈഡ് ഓപ്പൺ ഇല്ലാതെ എ ലൈൻ കുർത്തി, കോട്ടണിൽ എ ലൈൻ കുർത്തിയാണ് നമ്മളിപ്പോൾ സ്റ്റൈലായിട്ട് വരുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഒരു 1/2 ഇഞ്ചിൽ സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് പോർഷനിൽ നമ്മൾ നമ്മുടെ കൈക്കുഴി ഒരു 1/2 ഇഞ്ച് കൂട്ടിയിട്ട് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു പാറ്റേണിൽ നമുക്ക് വരുന്നത്. പിന്നെ പലാസോ പലാസോ നോർമലി നമ്മൾ പറയുന്ന പോലെ തന്നെ 12.5 ഇഞ്ചാണ് നമ്മൾ വേസ്റ്റ് കൊടുത്തിട്ടുള്ളത്. 16 ഇഞ്ച് നമ്മൾ ആ ക്രോച്ച് ഏരിയ കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ കട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ആ 2 ഇഞ്ച് നമ്മൾ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പലാസൊക്കെ ഒരുപാട് നമ്മൾ പറഞ്ഞതും ചെയ്തതൊക്കെ ആണ് കേട്ടോ. കാണാത്തവർ നമ്മുടെ വീഡിയോസൊന്നും പോയി കാണാം. അപ്പോൾ ഈ ഒരു പാറ്റേണിലാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു രീതിയിൽ നമ്മൾ വെച്ച് കൊടുക്കുക. നല്ല വശം പ്ലീറ്റ്സ് ഇട്ടിട്ട് വെച്ച് കൊടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതാണ് വരുന്നത്. ഇത് നമ്മൾ നെക്ക് ക്യാൻവാസ് വെച്ചിട്ട് വി നെക്ക് കൊടുക്കാണ്ട് ചെയ്യുന്നത്. ബാക്കിൽ നമ്മൾ നോർമൽ പ്ലെയിൻ ആയിട്ട് തന്നെ നമ്മളൊരു ക്രോസ് പീസ് വെച്ചിട്ട് 3.5 ഇഞ്ച് വിടുത്തും 3.5 ഇഞ്ച് ലെങ്ത്തിലല്ല നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ല. അതങ്ങനെ നമ്മൾ ബാക്ക് പോർഷനും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ഫുൾ സ്ലീവ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ 10 ഇഞ്ചിലാണ് നമ്മൾ സ്ലീവിൻ്റെത് കട്ട് ചെയ്തെടുക്കുന്നത്. ഫ്രണ്ടിൽ ഈ ഒരു വി നെക്ക് കൊടുത്തിട്ട് നമ്മുടെ മെഷീനിൽ വരുന്നൊരു സ്റ്റിച്ചിങ്ങിൽ ഈ ഒരു വി ഷേപ്പ് നമ്മൾ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തെന്നുള്ളൂ. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതേപോലെ നല്ല നല്ല ടോപ്സ് അല്ലെങ്കിൽ വെറൈറ്റി ടോപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടോപ്സ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ആയിട്ട് അറിയിക്കാം. വേറെ ഒരു അടിപൊളി ടോപ്പ് അതേപോലെ തന്നെ സ്റ്റിച്ചിങ് വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.